2025 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഉത്തരം 38ാം സ്ഥാനം. 2025 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് സൂചികയിൽ ഇന്ത്യക്ക് 38ാം സ്ഥാനമാണ്. മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ബീഹാർ. ബീഹാർ ആണ് മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം. ഹരിമൗ ശക്തി ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലുള്ള സൈനികാഭ്യാസമാണ്? ഉത്തരം ഇന്ത്യയും മലേഷ്യയും തമ്മിൽ. ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ഹരിമൗ ശക്തി. കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം കൊട്ടാരക്കരയിൽ. കൊട്ടാരക്കരയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത്. കശ്മീരി മാനുകളുടെ സംരക്ഷിത പ്രദേശമായ ഇന്ത്യയിലെ ദേശീയോദ്യാനം ഏത്? ഉത്തരം ഡച്ചിൻഗാം. ഡച്ചിൻഗാം ആണ് കശ്മീരി മാനുകളുടെ സംരക്ഷിത പ്രദേശമായ ഇന്ത്യയിലെ ദേശീയോദ്യാനം. ഗ്യാൻ പ്രകാശ് ആരുടെ പ്രസിദ്ധീകരണമാണ്? ഉത്തരം ഗോപാൽ ഹരി ദേശ്മുഖ്. ഗോപാൽ ഹരി ദേശ്മുഖിൻ്റെ പ്രസിദ്ധീകരണമാണ് ഗ്യാൻ പ്രകാശ്. സുരഭി എന്ന സ്ഥാപനം ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം കരകൗശല വ്യവസായം. കരകൗശല വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് സുരഭി എന്ന സ്ഥാപനം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് ഏത്? ഉത്തരം പനത്തടി ഗ്രാമപഞ്ചായത്ത്. പനത്തടി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത്. KSEBയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം കായംകുളം, ബ്രഹ്മപുരം. കായംകുളം, ബ്രഹ്മപുരം എന്നിവയാണ് KSEBയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങൾ. 1947 തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമായി നിലനിർത്താൻ ശ്രമിച്ച ദിവാൻ ആര്? ഉത്തരം CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യരാണ് 1947 തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമായി നിലനിർത്താൻ ശ്രമിച്ച ദിവാൻ. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഉത്തരം ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം. ആവർത്തന പട്ടികയിലെ ഏത് ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി കാണിക്കുന്നത്?